അമ്മയിലെ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15 നടക്കുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലും നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. ഇനിയപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. അടുത്ത പുതിയ ഭാരവാഹികൾ വരും എന്നാണ് പറയുന്നത്. ആരായിരിക്കും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആവുക? തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം മോഹൻലാൽ ഇനിയിപ്പോൾ ഈ സ്ഥാനത്തേക്ക് തുടരാൻ ആഗ്രഹമില്ലെന്ന് അറിയിച്ചു. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സാധാരണ സ്വതസിദ്ധമായ ശൈലി ഉപേക്ഷിച്ചുകൊണ്ട് കുറച്ച് ഹാർഷായി തന്നെ അദ്ദേഹം അത് പറയുകയുണ്ടായി. ബൈജു പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചൂടായി സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും ഭരണസമിതി അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15 ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ലെന്ന് മോഹൻലാൽ തീർത്ത് പറഞ്ഞതോടെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 27 മുൻ ഭരണസമിതി രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് ജനറൽ ബോഡി അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ആ നിലപാടിനെ മോഹൻലാൽ എതിർത്തു. സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ എന്നായിരുന്നു മോഹൻലാലിൻ്റെ നിലപാട്. സംഘടനയിലെ അംഗങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്ന് മോഹൻലാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള 2 പേർ, ഒന്ന് കുഞ്ചാക്കോ ബോബനും ഒന്ന് വിജയരാഘവനുമാണ്. കാരണം നിലവിലെ ഈ അമ്മ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളിൽ വലിയ ഈഗോയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ് ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഇന്നസെൻറ്റിനെ പോലെ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരാളിനെ തന്നെയാണ് ഇതിൽ വേണ്ടത്. കാരണം എല്ലാവരെയും ഒത്തുകൊണ്ടു പോകാനും ഒരു വഴക്കുണ്ടാകാതെയും പെട്ടെന്ന് ടെമ്പർ തെറ്റി സംസാരിക്കാതിരിക്കാനും ഒക്കെ കഴിവുള്ള ഒരാളായിരുന്നു ഇന്നസെൻറ്റ്. അദ്ദേഹം അത് വളരെ മനോഹരമായി നിർവഹിച്ചു. കാരണം അദ്ദേഹത്തിന് പറയേണ്ടത് പറയാനറിയാം. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കും. ഒരു നർമ്മം ചാലിച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞ് വ്യക്തമാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അതിനുശേഷമാണ് മോഹൻലാലൊക്കെ വന്നത്. മുൻതന്നെ സംഘടനാ സംവിധാനം വളരെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ ഇടവേള ബാബുവിനും കഴിയും. കാരണം അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ സിനിമയിൽ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത നടനാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം മോഹൻലാൽ വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ മോഹൻലാലും പൊതുവേ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മൈക്ക് കൊണ്ട സമയത്തൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ. നമുക്കറിയാം ആരായാലും പെട്ടെന്ന് കയറി ചൂടാവും. പക്ഷേ അദ്ദേഹം ആ റിപ്പോർട്ടറെയും പിന്നീട് വിളിച്ച് വളരെ മനോഹരമായി സംസാരിക്കുകയും ആർക്കും ഇഷ്ടം തോന്നുന്ന വിധത്തിലുള്ള പെരുമാറ്റമൊക്കെയാണ് മോഹൻലാലിൻ്റേത്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഒരു ഘട്ടത്തിൽ തിലകൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ മോഹൻലാലിനെതിരെ എതിർപ്പൊക്കെ വന്നിരുന്നു. ആ സമയത്ത് കൃത്യമായി ഇടപെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മൗനം പാലിച്ചു എന്നൊക്കെ തിലകൻ്റെ മക്കളുമൊക്കെ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ മോഹൻലാൽ പൊതുവെ നന്നായിട്ടത് കൈകാര്യം ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകന് എതിരെയുള്ള ആരോപണം വന്നതോടുകൂടിയാണ് അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ തീരുമാനിച്ചത്. കാരണം മോഹൻലാലിൻ്റെ മകനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒക്കെ വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു വിവാദത്തിനും പോവില്ല. സിനിമയുടെ പ്രൊമോഷന് പോലും പോകാൻ, അഭിനയിക്കാൻ പോലും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ മകനെതിരെയൊക്കെ ആരോപണം വന്നപ്പോൾ മോഹൻലാലിന് സ്വാഭാവികമായും ദേഷ്യം വരികയും അങ്ങനെയാണ് അദ്ദേഹം ഇതിൽ നിന്നും വിട്ടു നിൽക്കാനൊക്കെ തീരുമാനിച്ചത്. സ്വാഭാവികമായി ഇനി ഈ പറഞ്ഞതുപോലെ ഈ പല വലിയ വമ്പന്മാരെയൊക്കെ ഇതിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അവർ പറയുന്ന മറ്റവരും കേൾക്കില്ല, മറ്റവർ പറയുന്ന അവരും കേൾക്കില്ല. അതുകൊണ്ട് ഇത് മൊത്തത്തിലൊരു മോശമായ രീതിയിലേക്ക് പോകും. അതുമാത്രമല്ല, ഈ കൈനീട്ടം വഴി ഒരുപാട് പേർക്ക് വീട്ടിൽ അരി വാങ്ങിക്കുകയും അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനും ഒക്കെ കഴിയുന്നുണ്ട്. കാരണം ഈ സിനിമയിൽ വെള്ളി വെളിച്ചമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെ ഒന്നും ആരും മൈൻഡ് ചെയ്യാതെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് ഈ പെൻഷനൊക്കെ കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് ജീവിക്കുന്ന കുറേയേറെ കലാകാരന്മാരും കലാകാരികളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ സംഘടന നിലനിൽക്കണം. അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. ഒരു ക്ലീൻ ഇമേജുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതുവരെ സിനിമയിലൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ല സ്വഭാവമാണ്. പൊതുവെ എല്ലാവരും അന്വേഷിച്ചാലും എല്ലാം നല്ല രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സംഘടനയെ നയിക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് വാക്കുകൾ എല്ലാവരും കേൾക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേര് തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ്റേത്. വിജയരാഘവനും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം വിജയരാഘവനും സിനിമയിൽ പരുക്കൻ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അല്ലാതെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം വളരെ തന്മയത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാറുള്ളൊരു മനുഷ്യനാണ്. വിജയരാഘവൻ പലതവണ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ വിജയരാഘവൻ തന്നെ പറഞ്ഞതാണ്, എന്നെ ഒരാൾ വിളിച്ചിട്ട് ഞാൻ തന്നെ ഫോണെടുത്ത് മരിച്ചെന്ന് വിചാരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ സാറ് മരിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതൊക്കെ അത്ര തമാശ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും ഇത്തരത്തിൽ ഇതിനെ നയിക്കാനുള്ള ഒരു ശേഷിയും അല്ലെങ്കിൽ പറഞ്ഞാൽ അവരെല്ലാം കേൾക്കുന്ന വിധത്തിലും പറ്റും എന്നാണ് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും അമ്മ സംഘടനയ്ക്കകത്ത് ഒരു വലിയ
അഴിച്ചുപണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ സിനിമാ സംഘടനയെയും സിനിമാ താരങ്ങളെയും ഒക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു അനിവാര്യമായ മാറ്റമാണ് വേണ്ടത് എന്നുള്ളത് അമ്മയ്ക്കകത്ത് നിന്ന് തന്നെ അങ്ങനെ ഒരു ശബ്ദമുണ്ടായി. അവർ സ്വാഭാവികമായിട്ടും അത് തന്നെയായിരുന്നു ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. സിദ്ദിഖിനെതിരെയുള്ള ആരോപണത്തിന് പിന്നാലെയാണ് ഈ രാജിയൊക്കെ വരുന്നത്. അപ്പം എല്ലാവരും ഈ പറയുന്ന നേതൃത്വം ആകെ തന്നെ മാറി നിൽക്കാവുന്നൊരു നിലപാടെടുക്കുന്നു. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും വീണ്ടും മറ്റെന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അവരും രാജിവെക്കുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ആകാംക്ഷയുണ്ട്. കാരണം ഇതിനിടയ്ക്ക് വല്ല തർക്കം വരുമോ, ആരെങ്കിലും മറ്റൊരു വാദം ഉന്നയിക്കുമോ, ഈ മത്സരം എന്തായാലും നടക്കുമെന്ന് ഏകദേശം മോഹൻലാൽ അല്ലാതെ മറ്റൊരാളാണെങ്കിൽ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ആരോഗ്യകരമായ മത്സരമായിരിക്കുമോ അതോ തർക്കങ്ങൾ ഉണ്ടാകുമോ, എങ്ങനെയായിരിക്കും അത് ഈ സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വലിയ നല്ല ഫേസുകളിൽ മലയാള സിനിമയിലുള്ള ക്ലീൻ ഇമേജുള്ള കുറച്ച് ആൾക്കാരിൽ പെടുന്നവരാണ് ഒന്ന് കുഞ്ചാക്കോ ബോബനും ഒന്ന് വിജയരാഘവനും ഒക്കെ. അപ്പോൾ അവരൊക്കെ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് മിക്കവാറും ഉള്ളവർക്കെല്ലാം യോജിപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാതെ ഒരു എതിരഭിപ്രായമോ ഇല്ലെങ്കിൽ ഒരു വലിയ മത്സരമോ ഒന്നും നടക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘടനയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പുതിയ നേതൃത്വം എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതെങ്ങനെ അവരതിനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നിർണായകമാണ്. കാരണം WCC ഒക്കെ ഉയർത്തുന്ന ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുതിയ നേതൃത്വത്തിൻ്റെ നിലപാട് ഇപ്പോൾ മോഹൻലാലോ സിദ്ദിഖോ ഇരുന്നപ്പോഴുള്ള നിലപാടായിരിക്കില്ലല്ലോ ഇവർ വരുമ്പോഴത്തേക്കും. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളതും എങ്ങനെ ഈ സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതും കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഈ പറയുന്ന സ്ത്രീ പീഡനം അതുപോലുള്ള പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും, എങ്ങനെയായിരിക്കും അവർ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് അത് എങ്ങനെ പരിഗണിക്കും. ഈ പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് അവശരായിട്ടുള്ള കലാകാരന്മാർക്കെല്ലാം തന്നെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം അമ്മയ്ക്കുണ്ട്. അതിപ്പോഴും മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ നേതൃത്വം വരുമ്പോഴത്തേക്കും അവർക്ക് ആ കാര്യങ്ങൾ നോക്കേണ്ടി വരും. പിന്നെ സംഘടനയുടെ പ്രവർത്തനത്തെ നോക്കേണ്ടി വരും, മറ്റ് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, പരാതികളെല്ലാം തന്നെ കേൾക്കേണ്ടി. ഇപ്പോൾ ഒരു സംഘടനയിൽ ഇപ്പോൾ പരാതി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് നടന്മാരെല്ലാം തന്നെ പറയുന്നുണ്ട്. കാരണം നേതൃത്വമില്ല. അപ്പോൾ ആര് പരാതി സ്വീകരിക്കും, ആര് ഇതിനെ ചർച്ച ചെയ്യും എന്നുള്ളതിൻ്റെയൊക്കെ ചോദ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. എന്തായാലും അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതിനകത്ത് കൃത്യമായ സുതാര്യമായ ഒരു രീതിയിൽ ഒരു പുതിയ നേതൃത്വം വരട്ടെ, ആ നേതൃത്വത്തിന് നന്നായി ഇതിൽ സംഘടന കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.